നമസ്കാരം, അമൃതാണ്. വാഴ ബയോപിക് ഓഫ് ബില്യൺ ബോയ്സ്. അപ്പോൾ ആദ്യമേ പറയാനുള്ള മസ്റ്റ് ഫാമിലി കോണ്ടൻ്റാണ്. പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾക്ക് പോലും ഭയങ്കരമായിട്ട് അവർ ആസ്വദിക്കുന്ന ഒരു എക്സ്ട്രാ ഓർഡിനറി കോമഡി ഫീൽ ഗുഡ് മൂവി. ഇത്തരത്തിലിപ്പോൾ ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. അതായത് ഒരു ഫാമിലി ആയിട്ട് പോയിരുന്ന് അങ്ങനെ ഫുൾ ആസ്വദിച്ചിട്ട് തിരിച്ചിറങ്ങി വരിക. അത് അപ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ശരിക്കും ഒരു എൻ്റർടൈൻമെൻറ്റ് മൂവി ഡിമാൻഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം. അതിൽ ഈ സിനിമ 100% വിജയിച്ചു. അത്രയ്ക്ക് സാറ്റിസ്ഫൈഡ് ആണ്. ഈ സിനിമ കണ്ടു തുടങ്ങിയപ്പോഴത്തേക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഭയങ്കര സ്വാഗും ആക്ഷനും ഈ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള താരങ്ങൾ ഇപ്പോഴത്തെ ബോൾട്ട് ക്യാമറയൊക്കെ വെച്ച് കാണിക്കുന്ന അഭ്യാസങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒട്ടും പൈസ ചിലവില്ലാതെ ആ സ്ക്രിപ്റ്റിൻ്റെ ഒരു മാജിക്ക്, സ്ക്രിപ്റ്റിൽ കൊടുക്കുന്ന ഒരു മാജിക്കും ആ ഡയറക്ഷൻ്റെ മാജിക്കും കൂടെ അങ്ങോട്ട് ബ്ലെൻഡായി കഴിഞ്ഞപ്പോഴത്തേക്ക് എത്ര സിമ്പിളായിട്ടാണ് ഒരു പക്ക എൻ്റർടൈൻമെൻറ്റ് പീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ഇവരുടെ ഡയറക്ഷൻ, സ്റ്റോറി റൈറ്റിംഗ് അത് മാത്രമല്ല, അതിനകത്ത് വന്ന സ്റ്റാർസ്. അതിലെടുത്ത് പറയേണ്ട ജോമോൻ ജോർജ്. ഈ നടൻ ഒരു സിനിമയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇദ്ദേഹത്തിന് പ്ലേസ് ചെയ്താൽ മതി, എത്ര വീക്കായിട്ടുള്ളൊരു സിനിമയും അത് വേറൊരു ലെവലിലോട്ട് അങ്ങ് പെട്ടെന്ന് ഗ്രാഫ് അങ്ങ് കയറും. അത്രയ്ക്ക് എക്സ്ട്രീംലി ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ്. ഇതിപ്പോൾ ഞാൻ ഗുരുവായൂരമ്പല നടയിലും ശ്രദ്ധിച്ചതാണ്. ഈ പൃഥ്വിരാജൊക്കെ കോമഡി കാണിക്കാനായിട്ട് അങ്ങനെ മസിൽ ഒരുക്കിയ അഭ്യാസം നടത്തുമ്പോഴത്തേക്ക് ഇദ്ദേഹമൊക്കെ എത്ര കൂളായിട്ട് അത് ഹാൻഡിൽ ചെയ്തു പോകണം. അപ്പോൾ അവിടെയാണ് ആ ഒരു ഇൻബോൺ ടാലൻ്റ് അങ്ങനെ കിടന്ന് വർക്ക് ചെയ്യുന്നത്. പഠനമൊക്കെ കഴിഞ്ഞ് നാട്ടിൽ തന്നെ ജീവിക്കും എന്നുള്ളൊരു ഉറപ്പിൽ മുന്നോട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരുപാട് റിലേറ്റബിളാണ് ഈ ഒരു സിനിമ എന്നെയൊക്കെ ലൈഫുമായിട്ട്. റിലേറ്റബിൾ ഇൻ ദ സെൻസ്, നമ്മൾ ഈ പാരൻസിനെ വിട്ട് വിദേശത്തൊക്കെ ജോലി ചെയ്ത് പോകേണ്ടി വരുന്നവരുടെ ഒരു മാനസികാവസ്ഥയും അല്ലെങ്കിൽ ആ പാരൻസ് നേരിടുന്ന ഒരു മാനസിക അസ്വസ്ഥതയൊക്കെ ഈ സിനിമയ്ക്കകത്ത് ഇങ്ങനെ ലെയേഴ്സായിട്ട് അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഒരു ഫീൽ ഗുഡ് അപ്രോച്ചാണ്. പക്ഷേ ഇത്രയും ഒരു കോമഡി, അതായത് ഫുൾ ത്രോട്ടിൽ ഫ്രം ദ ബിഗിനിങ് ടിൽ ദ എൻഡ് കോമഡി എലിമെൻസിനെ അങ്ങനെ അടുക്കി പറക്കി കൊണ്ടുവന്ന ഒരു സിനിമയ്ക്കകത്ത് ആ ഒരു ഫീൽ ഗുഡും കൂടെ കൊണ്ടുവന്ന് പവർ ചെയ്ത് ഒഴിച്ചപ്പോഴത്തേക്ക് അതിന് വേറൊരു ലെവൽ. അതും സിനിമയുടെ അവസാന ഘട്ടത്തിലെത്തുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫീൽ ഗുഡ് കിട്ടുന്നത്. പിന്നെ ഈ സിനിമയെക്കുറിച്ച് ഇതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ് പറയുമ്പോഴത്തേക്ക് വിപിൻ ദാസ്, അതായത് നമ്മുടെ ഗുരുവായൂരമ്പല നടയിൽ സിനിമയൊക്കെ ഡയറക്റ്റ് ചെയ്ത വിപിൻ ദാസാണ് അദ്ദേഹത്തിൻ്റെ ആണ് സ്ക്രിപ്റ്റും സ്ക്രീൻ പ്ലേ ഇതെല്ലാം അദ്ദേഹമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹവും ഇതിൻ്റെ ഡയറക്ടർ ആനന്ദ് മേനോൻ, ഇവർ തമ്മിലൊക്കെ ഭയങ്കര കട്ട ഫ്രണ്ട്സ് ആയിരിക്കും. ആ ഒരു സിങ്ക്രണൈസേഷൻ പക്ക ആയാൽ മാത്രമേ അതങ്ങനെ ടൈമിങ്ങിൽ വീഴത്തുള്ളൂ. അത് വീണാൽ മാത്രമേ നമുക്കതൊരു ഭയങ്കര ഒരു എൻ്റർടൈൻമെൻറ്റ് പീസായി മാറത്തുള്ളൂ. സാധാരണ സിനിമ ഒരു ഇനിഷ്യൽ ബിൽഡപ്പ് കുട്ടിക്കാലം കുറേ നേരം വലിച്ചു നീട്ടും. പക്ഷേ ഇതങ്ങനെയല്ല. ഇതിനിടയിൽ പോലും അവർ അടുത്തടുത്ത കാലഘട്ടങ്ങളെയും കൂടെ ഇങ്ങനെ കട്ട്സായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു അത്. പിന്നെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും അവരുടെ ഫ്രണ്ട്ഷിപ്പായിരുന്നാലും അതെല്ലാം നല്ല വെൽ സിങ്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു രസമായിരുന്നു. ഒരു മൊമെൻറ്റ് പോലും നമുക്ക് ചിരി ഇല്ലാത്ത അവസരങ്ങളില്ല. എത്ര സീരിയസ് ആയിട്ടുള്ളൊരു സീൻ നടന്നു പോകുമ്പോഴും അതിൻ്റെ ഇടയിൽ ഒരു കോമഡി ഉണ്ടാകും. അപ്പോൾ അത്രയും ഫൺ എലിമെൻറ്റ്സ് നിറച്ചൊരു സിനിമ ഈ അടുത്തൊന്നും കണ്ടില്ല. അതുകൊണ്ട് തന്നെ ഒത്തിരി ആസ്വദിച്ച് ചിരിച്ച് ശരിക്കും നല്ലൊരു തിയേറ്ററിലും കൂടെയാണ് കണ്ടത്. ഞാൻ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ചെന്നപ്പോഴത്തേക്ക് തിയേറ്റർ ഭയങ്കരമായിട്ട് അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നു. ഡോൾബി അറ്റ്മോസ് സൗണ്ട്, നല്ല വിഷ്വൽ സ്ക്രീനും എല്ലാം കൂടെ ഒരു ഗംഭീര തിയേറ്റർ അനുഭവം ഉണ്ടായിരുന്നു. പിന്നെ ടെക്നിക്കൽ സൈഡിൽ ഫൺ എലിമെൻറ്റ്സിനെ എത്രത്തോളം മാക്സിമം വിഷ്വലി ട്രീറ്റ് ചെയ്യാമെന്നുള്ളതിനെ മാക്സിമം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഇതിൻ്റെ പാട്ടുകളെല്ലാം നല്ല രസമാണ്. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതിനപ്പുറത്തേക്കാണ്. അതായത് യൂഷ്വൽ സ്റ്റൈൽ ഓഫ് ഒരു ട്രീറ്റ്മെൻ്റ് അല്ല, വളരെ ഡിഫറൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു ഈ ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ വെച്ച് ചെയ്യുന്നതിന് പകരം കുറച്ച് വോയിസിന് മോഡുലേഷനൊക്കെ കൊടുത്ത് കമ്പ്യൂട്ടറിൽ വെച്ച് വോയിസ് മോഡുലേഷൻസൊക്കെ ചെയ്തിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെയാണ് കേട്ടത്. അത് ആ സീനിനെ, കോമഡി സീനിനെ വീണ്ടും അങ്ങനെ എലിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ നെപ്പോ കിഡ്സ് ആയിട്ടുള്ള ആക്ടേഴ്സൊക്കെ കണ്ടു പഠിക്കേണ്ടതാണ്. എത്ര ടാലൻറ്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സാണ്. അതിപ്പോൾ ഈ സോഷ്യൽ മീഡിയ എന്നൊക്കെ വന്ന പിള്ളേരായിരുന്നാലും അവരുടെ ഭാഗത്ത് എനിക്ക് കുറച്ചൊരു വീക്കായിട്ട് തോന്നി. കാരണം ഈ ഫ്രണ്ട് എൻഡിൽ നിൽക്കുന്ന ആക്ടേഴ്സ് നല്ല ഫുൾ ത്രോട്ടിൽ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അതിനോടൊപ്പം നിൽക്കാൻ പറ്റാത്ത കണക്ക് സോഷ്യൽ മീഡിയ എന്നുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. അവർ വെച്ചുകൊണ്ട് ഒരു നെക്സ്റ്റ് ചാപ്റ്റർ ഇവർ ടൈലൻഡിൽ കൊണ്ട് നിർത്തുന്നുണ്ട്. അവിടെ എനിക്ക് അത്രത്തോളം ഒരു ഇത് തോന്നിയില്ല. കാരണം അത് മേ ബി ഇവരുടെ ഒരു ഫുൾ ത്രോട്ടിൽ പെർഫോമൻസ് നടക്കുമ്പോഴത്തേക്ക് അതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്തവരെ അനലൈസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ ഫീൽ ചെയ്ത്. പിന്നെ ക്യാമിയോയിട്ട് ബേസിൽ ജോസഫ് ഉണ്ട്, ക്ലാസ്സാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പാർട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു മസ്റ്റ് ഫാമിലി വാച്ച് വിത്ത് കിഡ്സ്. അപ്പോൾ സിനിമ അത്രയും ഗംഭീരമായിട്ടുള്ളൊരു വിഷ്വൽ ട്രീറ്റ് സമ്മാനിച്ചതുകൊണ്ട് തന്നെ ഈ മൂവിക്ക് ഞാൻ ഔട്ട് ഓഫ് 10 റേറ്റ് ചെയ്യണം IMDbയിൽ. അപ്പോൾ
അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമാ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നുണക്കുഴി കാണണം. നുണക്കുഴി കണ്ടിട്ട് അതിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.